എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാം, പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീത്തിങ് വിത്ത് PBH. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും കുട്ടികൾ കൺസേൺ ആയിട്ട് ഉന്നയിക്കാറുള്ള കോച്ചിങ്ങിനായാലും അതുപോലെ തന്നെ ബോർഡ് എക്സാമുകൾക്കായാലും ഒക്കെ സാർ വളരെ സമയം എടുക്കുന്നു പഠിക്കാൻ. കുറേ സമയം എടുത്താണ് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചെടുത്തത്, പക്ഷെ മറന്നു പോകാൻ വളരെ ഈസി ആയിരുന്നു. ഈ ഒരു പ്രയാസത്തെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക എന്ന് എല്ലാ കുട്ടികളും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ ഈ ഒരു പ്രയാസത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുവാണെന്ന് വിചാരിക്കുക. ഒരു ചാപ്റ്റർ പഠിക്കാൻ 5 മുതൽ 8 മണിക്കൂർ വരെ 5 to 8 hours നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഫോർഗെറ്റ് എവരിതിങ് നെക്സ്റ്റ് ഡേ. ഇതാണല്ലോ നമ്മുടെ കോർ പ്രോബ്ലം. ആ പ്രോബ്ലം നമ്മുടെ മെമ്മറിയുടെ പ്രശ്നമായിരിക്കില്ല, പലപ്പോഴും നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ പ്രോബ്ലം ആയിരിക്കില്ല. പകരം നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്ന രൂപത്തിൽ മാറ്റം വരുത്തിയാൽ ഇതിന് വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. സോ പ്രോബ്ലം ഈസ് ഹൗ യു ലേൺ. അപ്പൊ ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ റിയൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഈസ് പവർ എന്നാണ് നോർമലി പറയുക. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു പ്രയാസം വരാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഡിങ് റിപ്പീറ്റഡ്ലി. കുറെ കുട്ടികള് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കും. അവർ വിചാരിക്കുന്നത് ഞാൻ നന്നായി പഠിക്കുന്നുണ്ടെന്നാണ്. ഫീൽസ് പ്രൊഡക്റ്റീവ്, ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെന്ന് അയാൾക്ക് തന്നെ തോന്നിക്കൊണ്ടിരിക്കും. കാരണം അയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വീട്ടിൽ ആരെങ്കിലും നോക്കുമ്പോൾ, ടീച്ചർ നോക്കുമ്പോൾ, മെന്റർ നോക്കുമ്പോൾ ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഹൈലൈറ്റിങ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ഭയങ്കര കളർഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ചില NCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ ഭയങ്കര മഴവില്ല് വിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ഒരു ഫാൾസ് ലേണിംഗ് സെൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തോ തലയിൽ കയറുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമുക്കിവിടെ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ മൂന്നാമത്തത് വാച്ചിങ് ലെക്ചേഴ്സ് റിപ്പീറ്റഡ്ലി. അതായത് ഒരു ക്ലാസ് എടുത്തു വെച്ച് പല തവണ അതിന്റെ വീഡിയോകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആയതുകൊണ്ട് കാണുക. അവിടെ നമ്മൾ സത്യത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ലെക്ചർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ശരിക്കും അവിടെ നടക്കുന്നില്ല. നമ്മൾ കംഫർട്ടായി ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ തവണ കണ്ട് രണ്ടാമത്തെ തവണ ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കിതെല്ലാം അറിയാം. രണ്ടാമത്തെ കാണുന്നതോടുകൂടി നമ്മുടെ പഠന നിലവാരം എന്ന് ഉയരുന്നുണ്ടെന്നുള്ളൊരു കംഫർട്ടബിൾ ചിന്തയാണ് നമുക്ക് വരുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ നൺ ഓഫ് ദിസ് വർക്ക്സ്. ഈ ഒരു കാര്യവും ലേണിംഗിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യുന്നതും ഹൈലൈറ്റർ ഉപയോഗിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതും അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ലെക്ചറുകൾ കാണുന്നതും ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ശീലങ്ങളാണ്. കാരണം മോർ ഇൻഫർമേഷൻസ് റിപ്പീറ്റഡ് ആയി ബ്രെയിനിലേക്ക് കൊടുക്കുക എന്നുള്ളത് ലേണിംഗിന് ഒട്ടും സഹായിക്കുന്നില്ല. പകരം ബ്രെയിൻ അതിനെ ആക്റ്റീവായി എത്രമാത്രം റീകോൾ ചെയ്യുന്നു, എത്രമാത്രം റിട്രീവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. The thing is active recalling. അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല ആക്റ്റീവ് റീകോളിംഗ്. പകരം വായിച്ച് ടെക്സ്റ്റ് ബുക്കോ വായിക്കുന്ന പുസ്തകമോ ക്ലോസ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ട്രൈ ടു റീകോൾ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അതിനുവേണ്ടി 5 ഫ്രെയിം വർക്കുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 5 ഫ്രെയിം വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ദാറ്റ് 5 സ്റ്റെപ്പ് ലേണിംഗ് ഫ്രെയിം വർക്ക്. നമ്പർ 1, അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടെക്സ്റ്റിന്റെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ടീച്ചർ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. അത് മെമ്മറൈസിങ് അല്ല. ഓ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അതുപോലെ മക്കപ്പ് ചെയ്തു എന്നല്ല. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് ഉറപ്പുവരുത്താനുള്ളതാണ് ഈ ലേണിംഗ് ഫ്രെയിംവർക്കിലെ രണ്ടാമത്തെ കാര്യം, എക്സ്പ്ലെയിൻ. നമ്മളോട് തന്നെ ആ പഠിച്ച കാര്യം ഒന്ന് വിശദീകരിക്കുക. നമ്മളോട് വിശദീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റെക്ക് വരും. നമ്മളൊരു ടോപ്പിക് മനസ്സിലാക്കിയിരിക്കുന്നതിൽ നമുക്ക് നമ്മളോട് അത് വിശദീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും റീഡിങ്ങിലേക്കും അതുപോലെ തന്നെ വാച്ചിങ് ലെക്ചേഴ്സിലേക്കും പോവുക. ആ ക്ലാസ്സുകൾ കാണുക. പിന്നീട് എവിടെയാണ് നമ്മൾ സ്റ്റെക്ക് ആയതെന്ന് മനസ്സിലാക്കുക. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, മെമ്മറൈസ് ചെയ്യുന്നതല്ല അണ്ടർസ്റ്റാൻഡിങ്. മൂന്നാമതായിട്ട് നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ ബിയോണ്ട് ദ ലെക്ചേഴ്സ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയ സോഴ്സുകളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീണ്ടും ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുകയും ആ വിശദീകരിക്കുന്നതിൽ പ്രയാസം വരുന്നുണ്ടെങ്കിൽ തിരിച്ച് റീഡിങ്ങിലേക്കും അതുപോലെ തന്നെ വാച്ചിങ് ലെക്ചേഴ്സിലേക്കും തിരിച്ചു പോവുകയും ചെയ്യുക. അപ്പൊ ഈ ഫ്രെയിം വർക്കിലൂടെ മുന്നോട്ടും ബാക്കോട്ടും സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങളുടെ
ലേണിംഗ് കർവ് പൂർത്തിയാകുക. ഇനി എന്താണ് ഈ ലേണിംഗ് കർവിലെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് നമുക്ക് വിശദീകരിക്കാം. സോ ദ ഫോർത്ത് വൺ, റിവൈസ് സ്ട്രാറ്റജിക്കലി റിവൈസ് ചെയ്യുക. കുട്ടികളെല്ലാവരും പറയും റിവൈസ് ചെയ്യാൻ ടൈം ടേബിളിൽ സമയം ഇട്ടിട്ടുണ്ട്, റിവൈസ് ചെയ്യാൻ ഒരുപാട് ടൈം ഞങ്ങൾ ചെലവാക്കുന്നുണ്ട്. പക്ഷെ അത് സ്ട്രാറ്റജിക്കലി റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്ട്രാറ്റജിക് റിവിഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ടെസ്റ്റുകൾ എടുക്കുക. നേരത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് പുറമെയുള്ള ടെസ്റ്റുകൾ, ഓരോ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ധാരാളം ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന AI ടൂളുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കിയതിനു ശേഷം ആ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടെസ്റ്റുകൾ നന്നായി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് റിവൈസ് സ്ട്രാറ്റജിക്കലി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആ ലേണിംഗ് കർവിൽ നിങ്ങളുടെ ബഗ്ഗായിട്ട് വരുന്നുണ്ടാവുക. അത് വളരെ ഈസി ആയി ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ദ ഫിഫ്ത്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, യൂസ് മൈൻഡ് മാപ്സ്. മൈൻഡ് മാപ്സ് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണം, ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പിന്നീടും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയം തലേ ദിവസം ലഭിക്കുന്നുണ്ടാവും. പക്ഷെ 10ഓ 15ഓ ചാപ്റ്ററുകൾ ഒരുമിച്ച് വരുന്ന ചാപ്റ്റർ വൈസ് എക്സാമുകളിൽ ഈ ചാപ്റ്ററിലെ ഹോൾ കോണ്ടന്റിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചു വന്ന ഈ ഒരു കർവിന്റെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു ചാപ്റ്ററിന്റെ മൈൻഡ് മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മൈൻഡ് മാപ്പിലൂടെ ത്രൂ ഔട്ട് ഒന്ന് ഓടിച്ചു നോക്കി, ഇക്വേഷൻസ് ഒന്ന് ഓടിച്ചു നോക്കി, പരീക്ഷയുടെ തലേ ദിവസം ഈ ചാപ്റ്ററിന് ഒരു ക്യൂബ് ടെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും. ആ ക്യൂബ് ടെസ്റ്റില് നമ്മൾ തെറ്റിക്കുന്ന ചോദ്യങ്ങളുടെ കോണ്ടന്റ് മാത്രം വായിച്ചാൽ മതിയാവും. അങ്ങനെ വളരെയധികം ചാപ്റ്ററുകൾ ഒന്നിച്ച് വരുന്ന എക്സാമുകൾ, നീറ്റും ജെയും പോലെ 40ലധികം ചാപ്റ്ററുകൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്നും 42ലധികം ചാപ്റ്ററുകൾ ബയോളജിയിൽ നിന്നും വരുന്ന ഒരു പരീക്ഷയിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാനാകും. അപ്പൊ ഇത്രയും ഫ്രെയിംവർക്കുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായ ഒരു കുട്ടിക്ക് സംശയം ഉണ്ടാവും, ഇതിലൂടെയൊക്കെ കടന്നു പോകാനാവുമോ, അതിലെല്ലാം ഒരുപാട് സമയം എടുക്കില്ലേ എന്നുള്ളത്. ഞാനതിനെ കുറച്ച് ദിവസങ്ങളിലേക്ക്, ഡേകളിലേക്ക് സ്പ്ലിറ്റ് ആക്കി കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഡേ 1ലാണ് അണ്ടർസ്റ്റാൻഡിങ്ങും എക്സ്പ്ലെയിനിങ്ങും ഒക്കെ നടക്കേണ്ടത്. അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചു. അപ്പൊ 1ാമത്തെ ദിവസം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അല്ലാണ്ട് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ഫുൾ ഫ്രെയിംവർക്കിലൂടെ ഒന്നിച്ച് കടന്നു പോകുക എന്നുള്ളതല്ല. 2ാമത്തെ ദിവസമായിരിക്കും നമ്മൾ ആ പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. 3ാമത്തെ ദിവസമായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് എടുക്കുന്നുണ്ടാവുക. ഇനി ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ഗ്യാപ് ഡേയ്സ് ആണ്. 1, 2, 3 ഡേയ്സിന് ശേഷം മേ ബി ഒരു 7th or 8th ഡേയിലായിരിക്കും നമ്മൾ അതിന്റെ മൈൻഡ് മാപ്പ് യൂസ് ചെയ്ത് പിന്നീട് ഒന്നുകൂടി ആ 3rd ഡേയിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ടെസ്റ്റ് കൂടി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ആ മറന്നുപോയ കോൺസെപ്റ്റുകൾ ഒന്നുകൂടി ബ്രഷ് ചെയ്ത് വീണ്ടും മൈൻഡ് മാപ്പ് യൂസ് ചെയ്ത് ഒന്നുകൂടി ടെസ്റ്റ് എടുത്ത് അങ്ങനെ സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷനിലൂടെയാണ്. അല്ലാണ്ട് ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഈ 5 സ്റ്റെപ്പിലൂടെയും എല്ലാവരും കടന്നുപോയി അവരുടെ ലേണിംഗ് കർവ് പെർഫെക്റ്റ് ആക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് മൈൻഡ് മാപ്പുകൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് എഫക്റ്റീവ്ലി അത് യൂസ് ചെയ്യാന്നുള്ളതും റിവിഷനിൽ അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്നുള്ളതും ഒക്കെ ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഡേ 7 നമ്മൾ ഈ ചാപ്റ്ററിനോടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ഡേ 14ഉം ഒരു ഡേ 21ഉം ഒരു ഡേ 30 ഒക്കെ പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഭാരവും വഹിച്ചുകൊണ്ട് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര പോവുകയാണ്. അപ്പൊ ആ യാത്രയിൽ ഈ ചാപ്റ്ററിനെ ഉടനീളം കൂടെ കൂട്ടാനുള്ള ഒരു മെത്തഡോളജിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ലേണിംഗ് ഈസ് ദാറ്റ് മച്ച് സിമ്പിൾ. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആക്റ്റീവായി റീകോൾ ചെയ്യുക, സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ. സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മൈൻഡ് മാപ്പ് വായിക്കുക, എന്നിട്ട് ടെസ്റ്റുകൾ എടുക്കുക, എവിടെയാണോ മിസ്സിംഗ് വരുന്നത് അത് മാത്രം റിവൈസ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഏത് ക്ലാസ്സിലുള്ള കുട്ടിക്കും ഏത് കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോഴും പുലർത്താവുന്ന രീതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പഠനത്തെ ഇത് എൻഹാൻസ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.